മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 19th ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് 2-ാം തീയതിയാണ്, 2 മെയ്, 2 മെയ് ആണിന്ന്. അപ്പോൾ ഇന്നലെ ഇവിടെ ബാങ്ക് ഹോളിഡേ ഒക്കെ ആയിരുന്നു. ഞങ്ങളിവിടെ ചില ബീച്ച് കാര്യങ്ങളൊക്കെ കറങ്ങി നേരം വെളുത്ത് രാവിലെ 5 മണിക്ക് എണീറ്റ് 6 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഇവിടുന്ന് ഏതാണ്ട് 665 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇന്നത്തെ ഡ്രൈവ് ഏതാണ്ട് 8 hours എന്ന് പറയാം അല്ലേ? 6 hours 15 minutes. 6 hours 15 minutes. ഓക്കെ, 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. രാവിലെ വെട്ടം തണുപ്പൊക്കെ ആയിരുന്നു പുറത്ത്. അതായത് ഞങ്ങൾ പിന്നെ നേരേക്ക് പോരും ചെയ്ത് കോഫി ബ്രേക്ക് ആണ് ഇപ്പോൾ. അപ്പം ഇനി ബോർഡറിലേക്ക് അധികം ദൂരം ഇല്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഇതുവരെ എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി. ഇനി ഇത് ഇവിടെ ചെറിയ ചായക്കട നമുക്ക് കാണാം. ഈ ചായക്കട കയറി നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചെറിയൊരു സീനറി കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെയാണ്. ഞങ്ങൾ ആദ്യത്തെ ബ്രേക്ക് എടുത്ത് മാക്ഡൊണാൾഡ്സ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഹാപ്പി അല്ലേ? ഒന്ന് ഫ്രഷ് ആയില്ലേ? ഹാപ്പി 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 എല്ലാവരും ഹാപ്പി. അപ്പം ഒരു 30 minutes ഞങ്ങൾ ബ്രേക്ക് എടുത്തു. ഞങ്ങളിതാ ടർക്കിയുടെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വലിയ തിരക്കുകളൊന്നുമില്ല. ജസ്റ്റ് ആസ് യൂഷ്വൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി. ഇനി ഇവിടെ ഒരു ടാക്സ് നമ്മൾ അടയ്ക്കാനുണ്ട്. അത് നമ്മൾ ഇവിടെ ക്രോസ് കഴിയുമ്പോൾ അപ്പുറം ചെറിയ ഓഫീസ് കാണും. അവിടെ കയറിയാണ് ഇവിടുത്തെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ബൾഗേറിയൻ എക്സിറ്റിൻ്റെ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ എത്തി. അതിനുശേഷം നമ്മൾ ടർക്കിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എക്സിറ്റ് വളരെ ഈസിയായിട്ട് എടുത്തു. ഇത് ബോർഡറാണ്. നീ മെറ്റ്ലു തുർക്ക്മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ. സ്വാഗതം. ടർക്കിയിലേക്ക് സ്വാഗതമാണോ ഒന്നും അറിയത്തില്ല. എന്താ അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത് താഴെ. ഇപ്പോൾ നമ്മുടെ ക്യൂറിലൊക്കെയാണ്. ഇവിടെ ഇച്ചിരി വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ടർക്കിയുടെ ബോർഡർ പാസ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറേ ചെക്കിംഗ് ഉണ്ടായിരുന്നു. വണ്ടി നിർത്തിയിട്ടു 2 പ്രാവശ്യം 2 സൈഡിൽ നിന്നും ഞങ്ങളെ ശരിക്കും വണ്ടിയുടെ ഉള്ളും അകവും ഞങ്ങളുടെ ലഗേജ് എല്ലാം പുറത്ത് ചാടിച്ച് ചെക്ക് ചെയ്തു. പാസ്പോർട്ടുകളൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ ഒരു നീണ്ട ചെക്കിങ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ബോർഡറിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും കൺട്രീസ് കടന്നു വന്നെങ്കിൽ എത്രയാണ് 10 അല്ലേ 10-12 കൺട്രീസ് ഞങ്ങൾ കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് എല്ലാവരെയും പുറത്തിറക്കി നമ്മുടെ ഫോട്ടോ എടുത്ത് പ്രോപ്പറായിട്ടൊരു ചെക്കിങ് നടന്നത്. അതുപോലെ ഇവിടെ ഞങ്ങൾ ടർക്കിയുടെ ബോർഡർ പാസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റോഡ് ടാക്സ് എടുത്തു. പിന്നെ ഇൻഷുറൻസ് 100 യൂറോ അല്ലേ ഒരു മാസത്തേക്ക് അല്ലേ? ടാക്സിന് 20 യൂറോ, ഇൻഷുറൻസിന് 100 യൂറോ. ഇത്ര നാളും ഞങ്ങൾ യൂറോപ്യൻ യൂണിലായതുകൊണ്ട് അവിടെയെല്ലാം ഞങ്ങളുടെ ഓൾറെഡി ഇൻഷുറൻസും എല്ലാം കവേർഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇവിടെ മുതൽ സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുത്താണ് പോകുന്നത്. ടർക്കിയുടെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ് റെജിയുടെ ഫോൺ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? ഞാൻ ഇതിലെ വന്നാണ്. ഞങ്ങളിപ്പോൾ ഈസ്റ്റാൻബുൾ അടുത്ത്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ വളരെ മനോഹരമായിരിക്കുന്നു. എല്ലാ സ്ഥലത്തും വണ്ടിയൊക്കെ സ്പീഡ് കുറഞ്ഞു. ഇവിടെ ഞാൻ ബിജു കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നു. അതുകൊണ്ട്
എന്നെ ഒരു ടെമ്പററി വീഡിയോഗ്രാഫർ ആക്കി. അതൊക്കെ നല്ല രസം നോക്കിയല്ലേ, ആ ബിൽഡിങ്ങിലൊക്കെ നല്ല വർക്കുകളും കളറും ആ കളർ കോമ്പിനേഷൻ കണ്ടോ, കറക്റ്റ് ഒറ്റ സെയിം കളർ എല്ലാ ബിൽഡിങ്ങിനും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇസ്താംബുളിലെത്തി. അവിടെ ഒരു ഇസ്താംബുൾ സ്പെഷ്യൽ ടർക്കിഷ് ടീ അടിക്കുകയാണ്. വാഹനങ്ങളും കാറുകളിലൊക്കെ ചീറിപ്പായുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മുടെ ശരിക്കും ഒരു കൊച്ചു ഡൽഹി അല്ലെങ്കിൽ കൊച്ചു ബോംബെ സ്റ്റൈലാണ്. ഹോട്ടൽ കിട്ടിയത് ഇതാണ്, ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഹോട്ടലിന് മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. അവിടുന്ന് ഏതായാലും ഒരു ശരം ചായ ടർക്കിഷ് ടീ അടിച്ച് പരിപാടികളങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ഗലികളാണ്, ചെറിയ ചെറിയ സ്ട്രീറ്റുകൾ. വണ്ടികളൊക്കെ പോയെന്ന് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ 7 hours എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ 9 അല്ലേ 9 മണിക്കൂർ ഏതാണ്ട് എടുത്തു. അതുപോലെ ട്രാഫിക്കായിരുന്നു, ഫുള്ള് ബ്ലോക്കും. വഴികൾ ഇച്ചിരി ടഫാണ്. നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടഫ് ഡ്രൈവിംഗ് ആണ് ഇവിടെ. അപ്പം നമ്മൾ ബോംബെയിലോ ഡൽഹിയിലൊക്കെ ഓടിച്ച് പരിചയമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു, പക്ഷേ എന്നെപ്പോലെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വണ്ടി ഓടിക്കാൻ ഒരു ബാലൻസ് കിട്ടും. ഞാൻ പറയാം, ബേഗലിയുള്ള പശുവിനെ പുള്ളി ഇങ്ങനെ പലതും പറയും. പുള്ളി പറഞ്ഞാണെന്ന് പുള്ളി